Hello friends, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ ടൈം ലൈൻ ആൻഡ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി ചാപ്റ്റർ 4 എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം ദ ബിഗ് ക്വസ്റ്റ്യൻസ്, ഹൗ ഡു യു മെഷർ ഹിസ്റ്ററിക്കൽ ടൈം, ഹൗ ക്യാൻ യു വേരിയസ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഡു വി മെഷർ ഹിസ്റ്ററിക്കൽ ടൈംസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, how can various sources help us understanding history? But third question, how did early human life? ഇതാണ് questions. How do we know about the past? Think about it. What is the earliest memory you can recollect? Do you remember how old you were at that time? Those memories together are part of your past, maybe going 5 or 6 years back. Second point, how do you think understanding the past will help us understanding the present world? Do you think discovering in science that the Earth has a very, very long history, of which we humans occupy only the tiny part, the almost recent one? അപ്പോൾ ഞാൻ ഇത് മലയാളത്തിൽ പറഞ്ഞു തരാം, മലയാളം അറിയാവുന്നവർക്ക്. ഫസ്റ്റ് ഒരു സ്മോൾ ഫസ്റ്റ് ഏർത്ത് ഉണ്ടായിട്ട്, ഏർത്ത് ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഏർത്ത് ഉണ്ടായതിന് ശേഷം ഫസ്റ്റ് സെല്ലുകളാണ് ഉണ്ടായത്. സെക്കൻഡ് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉണ്ടായി. പിന്നെ ബാക്ടീരിയാസ്, ജേംസ് ഒക്കെ ഉണ്ടായി. അതും കഴിഞ്ഞിട്ട് സ്പോഞ്ചസ് ആൻഡ് ഫംഗി. അതിന് ശേഷം കോറൽസ് ആണ് ഉണ്ടായത്. അതിന് ശേഷം ഉണ്ടായത് സ്മോൾ മണ്ണ് പോലത്തെ ഓരോന്ന്. പിന്നെ ഉണ്ടായത് ഫിഷ് ഉണ്ടായി. പിന്നെ ഇൻസെക്ട് ആൻഡ് ആൽഫേബിയൻസ്. പിന്നെ ഉണ്ടായതാണ് ഷാർക്ക് ഫസ്റ്റ് ഉണ്ടാവുമ്പോ ചെറിയതായിട്ടായിരുന്നു ഉണ്ടായത്. ഇപ്പൊ ഓരോ ബില്യൺസ് ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോഴേക്കും വലുതായിട്ട് വരും. പിന്നെ ഉണ്ടായത് റെപ്റ്റൈൽസ് ആൻഡ് ഡൈനോസേഴ്സ്. പിന്നെ ഉണ്ടായതാണ് ബേർഡ്സ്. അതിന്റെ ശേഷം മാമൽസിൽ ഉൾപ്പെടുന്നതാണ് ഈ ഗോട്ട്, പിന്നെ ഷീപ്പ്, കൗവ്. പിന്നെ ഉണ്ടായത് ഫ്ലവേഴ്സ് ആൻഡ് ബീസ്. ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെ ബീസും ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ടാവാൻ പറ്റും. പിന്നെ ഉണ്ടായത് ബീസ്. പിന്നെ പ്രിമിറ്റേറ്റ്സ് ആണ് അടുത്തതിലുണ്ടായത്. പ്രിമിറ്റേറ്റ്സ് പറയുമ്പോ ഈ ഹ്യൂമന്റെ തന്നെ അടുത്ത് വരുന്നൊരു ആൾക്കാരാണ് പ്രിമിറ്റേറ്റ്സ്. പിന്നെ പ്രിമിറ്റേറ്റ്സ് ഉണ്ടാക്കിയതാണ് ഫയറും. പിന്നെ ഹോമോസ്പിയൻസ്. പ്രിമിറ്റേറ്റ്സിനെ കാട്ടും കുറച്ചും കൂടി ഇത് വലിപ്പുണ്ടാവും. ഈ മനുഷ്യന്മാരെ തന്നെയാണ് ഈ ഹോമോസ്പിയൻസ് പറയുന്നത്. ചിലപ്പോ ഇപ്പോഴും ജീവിക്കുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറയാനൊന്നും പറ്റില്ല, ജീവിക്കുന്നുണ്ടാവും എന്നാണ് ഓരോരുത്തരുടെ വിശ്വാസം. പിന്നെ റൈറ്റിങ്സ് ഉണ്ടായി. ഈ ഹോമോസ്പിയൻസ് ആണ് റൈറ്റിങ്സ് ഉണ്ടാക്കിയത്, നമ്മളെ പോലത്തെ ആൾക്കാർ. പിന്നെ many people study in historical of the earth. Some of the trends uncover the secrets left behind the earth surface and help us learn about its past and also our past. ഇപ്പൊ നമ്മളിനി പറയാൻ പോണത് കുറച്ച് പാസ്റ്റിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. Geologists study the physical features of earth like soil, stones, hills, mountains, rivers, and seas, oceans, and other parts of earth. Biologists study the remains of plants, animals, and humans from millions of years ago from fossils. Anthropologists study human societies and cultures from oldest times to present.
പിന്നുള്ളതാണ് ആർച്ചിയോളജിസ്റ്റ്. സ്റ്റഡി ദ പാസ്റ്റ് ബൈ ഡിഗിങ് അപ്പ് റിമെയിൻസ്, പീപ്പിൾസ്, plants and animals left behind, such as tools, pots, beads, furnitures, toys, bones and teeth of animals and humans, burned grains, part of old houses or bricks, among other. അപ്പോ ഇത് പഠിച്ചു. പിന്നെ ഉള്ളത് പിന്നെ ഫോസിൽസ് ആണ് നമുക്ക് പറയാനുള്ളത്. Fossils, impressions of footprint or parts of plants or animals that are found preserved in within layers of soil or rocks. അപ്പോ ഫോസിൽസ് എന്ന് പറയുന്നത് ഈ ഫുഡ് പ്രിന്റ്സ് അല്ലെ പാർട്സ് ഓഫ് പ്ലാന്റ്സ്, ഈ ചില വലിയ വൃക്ഷങ്ങള് ഈ അടിയിൽ കിടക്കുമ്പോൾ ചില ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും. അത് പിന്നെ ആനിമൽസിന്റെ ടീത്ത്, പിന്നെ ആനിമൽസിന്റെ ഓരോ ബോൺസ് പോലത്തെ സാധനങ്ങളൊക്കെ ഈ ലെയേഴ്സ് ഓഫ് സോയിലിന്റെ അടിയിൽ കിടക്കുന്നത്. അതിനെ കുറിച്ച് പഠിക്കുന്നതാണ്. പ്രിസർവ്ഡ് ആയിരിക്കുന്നതിനാണ് പറയുക ഫോസിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഇതൊരു പ്ലേലിസ്റ്റിലാണ് ഉണ്ടാവുക, സ്റ്റഡി എന്നുള്ള പ്ലേലിസ്റ്റിലാണ് ഉണ്ടാവുക. സോഷ്യൽ സയൻസ് എല്ലാവിധ സിക്സ്ത്തിന്റെ സ്റ്റഡി ഉള്ള സാധനങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും ഇതിൻ്റെ ഉള്ളിൽ വരും. എല്ലാവരും കാണുക. താങ്ക് യു. ബൈ ഫ്രണ്ട്സ്.